ദൈവനാമത്തിന് വീണ്ടും മഹത്വം ഞാൻ അർപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മൊഴിഞ്ഞതായ രണ്ടാമത്തെ മൊഴി. ലൂക്കോസിന് സുവിശേഷം 23-ാം അധ്യായം അതിന് 43-ാം വാക്യമാണ്. ആ വാക്യം മറ്റൊന്നുമല്ല, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും എന്നുള്ള വാക്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതായ ഒന്നാമത്തെ മൊഴിക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. യഥാർത്ഥത്തിൽ ഇത് നമുക്ക് കാട്ടിത്തരുന്നൊരു കാര്യം, ഒരു പുതുജീവനിലേക്കുള്ള പ്രത്യാശയുടെ വഴി നമുക്ക് കാണിച്ചിരിക്കുകയാണ്. ദ വേർഡ് ഓഫ് ഗോഡ് വിച്ച് ലീഡ്സ് ടു എ ന്യൂ ലൈഫ്. ആർക്കാണ്? മറ്റാർക്കുമല്ല. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ അവനും കള്ളന്മാരുടെ കൂട്ടത്തിൽ എതിരാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത്. രണ്ട് കള്ളന്മാർക്കും രണ്ട് സ്വഭാവമായിരുന്നു. ഒരു കള്ളൻ ഒരു വശത്ത് കിടന്നുകൊണ്ട് പറഞ്ഞു, നീ ദൈവത്തനാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുകയും എന്നെയും അല്ലെങ്കിൽ ഞങ്ങളെയും രക്ഷിക്കാൻ എന്ന് കുറ്റപ്പെടുത്തി പറഞ്ഞു. പക്ഷേയെങ്കിൽ മറുസൈഡിൽ കിടന്നതായ കള്ളൻ പറഞ്ഞു, ഈ കള്ളനോട് പ്രതിവചിക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞു, നാം ചെയ്ത തെറ്റിനാണ് ശിക്ഷ അനുഭവിക്കുന്നത്, എന്നാൽ ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, അല്ലെങ്കിൽ അവനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പറയുകയാണ്, കർത്താവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പോലും അവിടെ സൂചിപ്പിച്ചു പോവുകയാണ്. നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്നുള്ള തൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുള്ള വലിയ ഈ പ്രാർത്ഥന, ഈ അപേക്ഷ കർത്താവ് വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിച്ചിട്ട് പറയുകയാണ്. എവിടെ കിടന്നുകൊണ്ടാണ് പറയുന്നത്? ക്രൂശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് തന്നെ കർത്താവ് പറയുകയാണ്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ക്രൂശിൽ കിടന്നുകൊണ്ട് പോലും ഒരു വ്യക്തിക്ക് ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തന പറുദീസ വാഗ്ദാനം ചെയ്യുന്ന കർത്താവ്. ചില ആളുകൾ ക്രിസ്ത്യ വിശ്വാസിയുടെ ഇടയിലാണെങ്കിലും അല്ലാത്തവരുടെ ഇടയിലാണെങ്കിലും എത്ര വലിയ ദൈവിക ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും, കഷ്ടതയും വേദനയും സങ്കടവും ഒക്കെ നേരിടേണ്ടി വന്നാലും, അവിടെയൊക്കെ ചില ആളുകൾ ദർശിച്ചിട്ടുണ്ട്, ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന ധാരാളം ആളുകളെ കാണാറുണ്ട്. എന്നെ ശ്രമിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരാണോ? ചില ആളുകൾ, ഞാൻ എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ചതാണ്, പ്രാർത്ഥനയ്ക്ക് ഇതുവരെയും മറുപടി കിട്ടിയിട്ടില്ല, എന്തുമാത്രം ക്രൂരതകളും നിന്ദകളും ഞാൻ അനുഭവിക്കുന്നു, ഈ സമൂഹത്തിൽ എന്തുമാത്രം അനീതി നടക്കുന്നു, കൊള്ളരായ്മ നടക്കുന്നു, ദുഷ്ടത നടക്കുന്നു, ഇതൊന്നും ദൈവം കാണുന്നില്ലേ? ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എന്നെയാൾ മരിച്ചു പോയല്ലോ. അത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അത് വാസ്തവത്തിൽ ഒരു രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ക്രൂശിൽ കിടക്കുന്ന ഒരു കള്ളൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ രീതിയാണ്. ക്രൂശിക്കപ്പെടുന്ന സന്ദർഭത്തിൽ പോലും ദൈവത്തിങ്കിലേക്ക് തിരിയാത്ത സ്വഭാവം. കഷ്ടതയുടെ നടുവിൽ വരുമ്പോഴും ദൈവം എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കുമെന്നുള്ള വിശ്വാസം നമ്മെ ഭരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മറു സൈഡിൽ കിടക്കുന്ന കള്ളൻ പറഞ്ഞു, നാം ചെയ്ത തെറ്റിനാണ് ശിക്ഷ അനുഭവിക്കുന്നത്. ഇവനോ ഒരു സാക്ഷ്യം പറയുക, യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്, ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അത് പറയുവാൻ ആ കള്ളന് സാധ്യമായി തീർന്നു. ഈ രണ്ട് കള്ളന്മാരിൽ ഏത് വ്യക്തിയോട് നമ്മെ ഊമിക്കേണ്ടി വരും?
കർത്താവ് മറുപടി കൊടുത്ത് നമുക്ക് ശ്രദ്ധിപ്പാൻ കഴിയും. അപ്പോൾ രണ്ട് കാര്യം മനസ്സിലാക്കേണ്ടത്, നാം ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്നുള്ളതൊന്നും അല്ല, മറിച്ച് വേണമെങ്കിൽ ചോദിക്കാം, നീ ഇന്നലെ വരെ എന്തൊക്കെ ചെയ്ത് ജീവിച്ചത്, അങ്ങനെയാ ഇങ്ങനെയാ, കുറ്റപ്പെടുത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഈ കള്ളൻ ആരാണെന്നൊക്കെ കർത്താവായ യേശുക്രിസ്തു നല്ലതുപോലെ അറിയാം. പക്ഷേ എങ്കിൽ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളുന്നതായ അവൻ്റെ സങ്കടകരമായ ആ വലിയ പ്രാർത്ഥന, വേദനയോടുകൂടിയ പ്രാർത്ഥന കേട്ടപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച, ഹൃദയത്തിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് പറയാൻ കഴിയുമോ കർത്താവ് നീ രണ്ടാമത് വരും എന്നുള്ള കാര്യം സത്യമാണ്? അതും വിശ്വസിക്കാത്ത ആളുകളുണ്ട്. അതൊക്കെ ചുമ്മാ എത്രയോ ആളുകൾ, എത്രയോ സുവിശേഷന്മാർ ഇതെല്ലാം പറഞ്ഞു, എത്രയോ അച്ഛന്മാരും ഉപദേശിമാരും മിഷണറിമാരും പാസ്റ്റർമാരൊക്കെ ഇത് പറഞ്ഞു, ഇന്നുവരെ സംഭവിച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ ചുമ്മാ ആളുകൾ ഇങ്ങനെ എന്താ പറയുന്നത്, അവരുടെ അത്താഴപ്പട്ടിണി തീർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട്, പണസമ്പാദനത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു മണിക്ക് ഇറങ്ങിയിരിക്കുന്ന ചിന്തിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ക്രിസ്തീയ കോളത്തിലുണ്ട്, വിശ്വാസികളിലുണ്ട്. ഓർക്കുക, കർത്താവായ യേശു ക്രിസ്തു ഏൽപ്പിച്ച ശുശ്രൂഷ മാത്രമാണിത്. അത് അത്രയും ഭാഗങ്ങൾ നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ഈ വേദപുസ്തകത്തിലെ കാര്യങ്ങൾ, ഈ തിരുവഴുത്തിലെ സത്യങ്ങൾ അതങ്ങനെ തന്നെ സംഭവിക്കും. കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും വരുമെന്ന്. അതങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ പിന്നെയും ഒന്ന് നിങ്ങളെ ചേർത്തുകൊള്ളുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കാണ്. കർത്താവ് പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. പക്ഷേ കർത്താവ് നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്രയും കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ അവനെ നമുക്ക് സ്വീകരിക്കണമെങ്കിലും ഈ സത്യം മാത്രം സംസാരിച്ച് ജീവിച്ച സത്യമെന്ന പേരുള്ള കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് സാധ്യമായി തീരുന്നത്. അവൻ വീണ്ടും വരിക തന്നെ ചെയ്യും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, കർത്താവേ നീ വീണ്ടും വരുമെന്നുള്ള കാര്യം സത്യമാണല്ലോ, അങ്ങനെ എതിരേൽപ്പാൻ ഞാൻ എല്ലാവിധത്തിലും ഒരുങ്ങിയിരിപ്പാൻ തക്കവണ്ണം സഹായിക്കണമെന്നുള്ള പ്രാർത്ഥന മാത്രം നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മൂന്നാമതായിട്ട് ഒഴിഞ്ഞ മറ്റൊരു മൊഴിയാണ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അവിടെ പറയുന്ന ഇതാണ്, സ്ത്രീയെ, ഇതാ നിൻ്റെ മകനെന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു. Jesus said to the disciple, behold, this is your mother. Then he said to the woman, behold your son, this is your son. ഇതിനൊക്കെ ഒത്തിരി അർത്ഥമുണ്ട്. മനുഷ്യ ജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം സർവശക്തനാം ദൈവം ഈ മൊഴിയിൽ കൂടെ നൽകുകയും ചെയ്യുന്നത്. ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെങ്കിൽ ശക്തിപ്പെടുത്തലിൻ്റെ ഒരു അനുഭവമാണിത്. ബന്ധങ്ങളെല്ലാം ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു, ഒരു യാഥാർത്ഥ്യമാണ്. അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, കൂട്ടുകാർ തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷെ ഇവിടെ ക്രൂശിൽ കിടക്കുമ്പോഴും, കാരണം 3.5 മണിക്കൂർ സമയത്തോളം കാലിനും ആണി കൊണ്ട് ക്രൂശിൽ തറച്ചിട്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ശരീരത്തോടെ രക്തം പൊടിയുന്നുണ്ട്. ഒരുപക്ഷെ ചുട്ടുപൊള്ളുന്ന വെയിൽ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചൂട് പോലും നമുക്ക് താങ്ങുവാൻ കഴിയത്തില്ല. പക്ഷെ അവിടെ ഗോൽഗോഥ മലയിൽ ഒരുപക്ഷെങ്കിൽ ഇതിനേക്കാൾ നമുക്ക് ചിന്തിപ്പാൻ കഴിയാത്ത വിധത്തിലുള്ള അതിഭയങ്കരമായ ചൂട്. അത് ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നതായ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുവാനുള്ള ശ്രമമാണ്. തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്താണ്
താൻ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനെ ഏൽപ്പിക്കുകയാണ്. യോഹന്നാനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മയെന്നും, അമ്മയെ വിളിച്ചിട്ട് പറയുകയാണ്, ഇതാ നിൻ്റെ മകനെന്നും പറയുകയാണ്. ക്രൂശിൽ കിടക്കുന്ന സമയത്ത് പോലും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്യങ്ങളാവുന്നു വരുന്നത്. അങ്ങനെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല എന്നുള്ള കർത്താവിൻ്റെ ഒരു വാക്ക്. ഐ വിൽ നോട്ട് ലീവ് യു ഓർഫൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയെ കാരണം ഒന്ന് ഓർത്ത് നോക്കേണ്ട കാര്യം, ഇവിടെ സ്വന്തം മക്കള് അല്ലെ സ്വന്തം മക്കളിൽ ഒരാൾ ദാരുണമായി മരണവേദന കൊണ്ട് പുളയുമ്പോൾ യഥാർത്ഥമായ സങ്കടം തോന്നുന്നത് സ്വന്തം അമ്മയ്ക്കാണ്. വേദന കണ്ടുകൊണ്ട് നിൽക്കുന്ന മകനും അമ്മയും തമ്മിൽ അത്രത്തോളം സ്നേഹമുള്ളത് കൊണ്ട് ഞാനിതാ ക്രൂശിൽ കിടന്ന് മരിക്കുവാൻ പോകുന്നുവല്ലോ, അമ്മയ്ക്കിനി ആരാണെന്ന് ചിന്തിക്കുമ്പോഴും അമ്മയ്ക്ക് ഏറ്റവും നല്ല പ്രൊട്ടക്ഷനായിട്ട് എന്താണ് സ്വന്തം തന്നെ സ്നേഹിക്കുന്ന ശിഷ്യനായ യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ക്രൂശിൻ്റെ ചുവട്ടിൽ ഒരു പുതിയ കുടുംബം സംജാതമാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പഠിപ്പിച്ച കർത്താവ് അതിവിടെ പ്രാവർത്തികമാക്കുകയാണ്. 9 മാസം 9 വിനാഴിക നമ്മെ ഓരോരുത്തരെയും അമ്മ സ്വന്തം ഉദരത്തിൽ ചുമന്നുകൊണ്ട് നടന്നത് ഒരിക്കലും മറക്കുവാൻ പാടുള്ളതല്ല. ആ അമ്മയെ സംരക്ഷിക്കുവാൻ നമ്മുടെ ആയുഷ്കാലം മുഴുവൻ നമുക്ക് കടപ്പാടുണ്ട്. ഈ സന്ദർഭത്തിൽ അപ്പൻ്റെയും അല്ലെങ്കിൽ എൻ്റെ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും അവസാന നാളുകളിൽ അവരെ നോക്കുവാൻ ഒരു സാഹചര്യം ലഭിച്ചത് ഒരു എക്സ്ട്രാ ബ്ലെസ്സിങ്സ് ഞാൻ നേടിയെടുക്കുകയാണ് ചെയ്തത്. അമ്മച്ചിയെ ശുശ്രൂഷിച്ചതായ കാര്യമൊക്കെ കാരണം ഞങ്ങൾ ഒരുമിച്ച് ഞാനും എൻ്റെ ഭാര്യയും ചേർന്ന് ഒരുപക്ഷെങ്കിൽ എൻ്റെ വൈഫ് എൻ്റെ അമ്മയെ നോക്കുന്ന പോലെയല്ല, സ്വന്തം അമ്മയെ നോക്കുന്ന പോലെ നോക്കിയ ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ ഇരുവരും ഒരുപോലെ, കാരണം അമ്മച്ചിയെ നോക്കുവാൻ, ഇങ്ങനെ ഒന്ന് സംരക്ഷിക്കുവാൻ, ഭക്ഷണം കൊടുക്കുവാൻ, പാനീയം കൊടുക്കുവാൻ, ശരീരത്ത് എവിടെയോ വീണതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഭവനത്തിൽ താമസിക്കുന്ന സമയത്ത് വീഴ്ച സംഭവിച്ച് ശരീരത്തെ ഒരു പൊട്ടലുണ്ടായി, ഇടുപ്പിൽ പൊട്ടുകയുണ്ടായി, ശരീരത്തെ വാസ്തവത്തിൽ വളരെയേറെ അതിനെന്താ പറയുന്നത്, പഴുത്ത വ്രണത്തിൻ്റെ ഒരു അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. അവയെല്ലാം വൃത്തിയാക്കുന്നതിനും അമ്മച്ചിക്ക് വേണ്ടിയതായ ശുശ്രൂഷ ചെയ്യുന്നതിനും അന്ന് സാധ്യമായി തീർന്ന് ഇപ്പോഴും ഓർമ്മ വരികയാണ്. അതങ്ങനെ ഒരു പക്ഷേങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യാതിരുന്നുവെങ്കിൽ എനിക്ക് ഇത് പ്രസംഗിക്കുവാൻ സാധ്യമാവുകയില്ലായിരുന്നു. അത് കർത്താവിനെ പഠിപ്പിച്ച കാര്യമാണ്. അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെയും ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്, നാം എത്ര വലിയ കഷ്ടതയുടെ നടുവിലാണെങ്കിലും നമ്മെ ഉദരത്തിൽ ചുമന്നുകൊണ്ട് നടന്ന, നാം എതിരെ നിൽക്കുന്നവരെയും നമ്മളെ കയ്യിലേന്തി പൊക്കത്ത് വെച്ചുകൊണ്ട് നടന്ന, നമുക്ക് ഭക്ഷണം ശരിയാവണ്ണം വിളമ്പിത്തന്ന, നമുക്ക് ശരിയാവണ്ണം പാനീയം തന്ന, നമുക്ക് വേണ്ടതുപോലെ സംരക്ഷണം തന്ന, അതിനെന്തെന്നാണ് പറയുന്നത്, അതിന് വേറൊരു പദപ്രയോഗം നടത്തുവാൻ സാധ്യമല്ല. അങ്ങനെ സ്നേഹിക്കുമ്പോഴും ആ അമ്മയെ നോക്കുവാൻ, നമ്മെ കരുതി അപ്പനെ നോക്കുവാൻ നമുക്ക് നിശ്ചയമായിട്ടും കടപ്പാടുണ്ട്. ഇവിടെ യേശുക്രിസ്തു എന്താണ്, മരണസമയത്തും അമ്മയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമസ്ഥതയിലേക്ക് കടന്നു വരികയാണ്. നിശ്ചയമായിട്ട് ദൈവം നമ്മെ ചില കാര്യങ്ങൾ അവിടെയെല്ലാം പഠിപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നാം അപ്രകാരം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥമായും
മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ, കരുതുവാൻ, സഹായിക്കുവാൻ ഇതെല്ലാം മക്കളുടെ ഉത്തരവാദിത്വം തന്നെയാണെന്നുള്ള കാര്യത്തിലും ഒട്ടും സംശയമില്ല. നിശ്ചയമായിട്ടും ഈ നാളുകളിൽ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കേവർക്കും യഥാർത്ഥമായിട്ടും അപ്പനെയും അമ്മയെയും നോക്കുവാനും സംരക്ഷിക്കുവാനും സാധ്യമായി തീരട്ടെ. എത്ര വലിയ കഷ്ടപ്പാടുകൾ മധ്യത്തിലും സംരക്ഷിപ്പാൻ സാധ്യമായി തീരട്ടെ. അതിനായി ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ നമുക്കിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 4-ാമത്തെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്. മർക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 34-ാം വാക്യം. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം. ഏലി ഏലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നാണ്. മൈ ലോർഡ്, മൈ ലോർഡ്, വൈ ഹാസ് ദൗ ഫോർസേക്കൻ മീ എന്നാ പറഞ്ഞിരുന്നത്. ഇതൊരു ചോദ്യമാണ്. തൻ്റെ സങ്കടം, യഥാർത്ഥത്തിൽ ഇത് ദ വേർഡ് ഓഫ് പെയിൻ ആണ്, വേദനയുടെ വാക്കാണിത് എന്നുള്ള കാര്യം നമുക്കൊരിക്കലും മറക്കേണ്ടതില്ല. അങ്ങനെ കൈവിടത്തക്കവണ്ണം ഈ ഭൂമിയിൽ തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു, കൈവിടപ്പെട്ടു? അത് ഏറ്റവും ഉച്ചത്തിൽ നിലവിളിച്ചെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമൊക്കെ ചില സന്ദർഭത്തിലൊക്കെ ദൈവം എന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ, എൻ്റെ ഈ അപേക്ഷ കേൾക്കാതിരുന്ന, എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരുന്നൊക്കെയും ചിന്തിക്കുന്ന നാഴികയൊക്കെ ചിലപ്പോഴൊക്കെ വന്നിട്ടുണ്ടാകാം. പക്ഷെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അതിനേക്കാൾ അതിനപ്പുറത്താണ്. നിശബ്ദത ഒരുപക്ഷെങ്കിൽ ആ അന്തരീക്ഷം മൊത്തമായിട്ടും ശാന്തത വരത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യമായിരുന്നത്. എന്താ കാര്യം? മറ്റൊന്നുമല്ല. അത് അധികം വിശദീകരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കൈവിടപ്പെടുവാനുള്ള കാരണം പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം അത് പൂർണ്ണമായും നിറവേറ്റപ്പെടണം. മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതെന്നും അങ്ങനെ ക്രൂശിക്കപ്പെട്ടാലാണ് മാനവരാശിയുടെ വീണ്ടെടുപ്പ് പൂർണ്ണമായി തീരുന്നതെന്നുള്ള ആ ഒരു സത്യം പിതാവിൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് കൈവിടപ്പെട്ടത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ സങ്കടം കൊണ്ടായിരിക്കാം, സങ്കടം കൊണ്ട് തന്നെയാണ് നീ എന്നെ എന്തുകൊണ്ട് കൈവിട്ടു എന്നുള്ളൊരു ഒരു ശബ്ദം അവിടെ ഉയരുവാനിടയായി തീർന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ അന്തസത്ത നാം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധ്യമായി തീർന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ബോധ്യമാകുന്നത്, ചിലപ്പോഴൊക്കെ ദൈവം തൻ്റെ ഉദ്ദേശ നിർവഹണത്തിന് വേണ്ടിയിട്ട് നമ്മെ ചിലപ്പോൾ ചില കഷ്ടതയിലേക്ക്, ചില വേദനയിലേക്ക്, ചില പ്രതിസന്ധി ഘട്ടത്തിലേക്കൊക്കെ കൊണ്ടുവിടാറുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട്. മിനിസ്ട്രിയിലാണ്, ശുശ്രൂഷ രംഗത്ത് അപ്രകാരമുള്ള തിക്താനുഭവങ്ങൾ. പക്ഷേ അവിടെയെല്ലാം ദൈവം ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയെല്ലാം ഞങ്ങൾക്ക് അപ്രകാരം ശുശ്രൂഷ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ആ സന്ദർഭത്തിൽ അല്പം വേദനയും സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ദൈവം കൈവിടുകയായിരുന്നില്ല. അവിടെയൊക്കെ ഞങ്ങളെ കുറെ കൂടെ ശക്തരാക്കുവാൻ, കരുത്തരാക്കുവാൻ വേണ്ടിയിട്ട്, പിതാവിൻ്റെ ഹിതം വ്യത്യസ്ത വിധത്തിൽ ചെയ്ത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നുള്ള കാര്യം ദൈവം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അതിനെന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കും ഇപ്രകാരം ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കേണ്ടതിന് വേണ്ടിയിട്ട് നമുക്കും ചിലപ്പോൾ ചില സങ്കടകരമായ, വേദനാജനകമായ ചില അവസ്ഥകൾ ഉണ്ടായേക്കാം. അതുകൊണ്ട്
അതിനെ ഓർത്ത് പതറുവാൻ പാടില്ല, തകരുവാൻ പാടില്ല, നിരാശപ്പെടുവാൻ പാടില്ല, പരാജയപ്പെട്ട് പിറകോട്ട് പോകുവാൻ പാടില്ല. മറിച്ച് ദൈവം തന്നെ ഹിതം നിറവേറ്റുവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ദൈവം എന്നെ സഹായിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണല്ലോ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ 66 പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ 365 പ്രാവശ്യമാണ് നീ ഭയപ്പെടേണ്ട എന്ന് പദം തന്നിരിക്കുന്നത്. യെശയ്യാ പ്രവചന പുസ്തകം 41 അധ്യായം 10 വാക്യം വായിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വാക്യങ്ങളിൽ ഒന്നാണത്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്നെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നിശ്ചയമായിട്ട് എന്നെ ശ്രമിക്കുന്നതായ നിങ്ങളോടും പറയുകയാണ്, നാം കഷ്ടതയിലാണോ, വേദനയിലാണോ, ദുഃഖത്തിലാണോ, നിരാശയിലാണോ, പരാജയഭീതിയിലാണോ, കരച്ചിലിൻ്റെ അനുഭവത്തിലാണോ, ഓർക്കുക, ദൈവം തന്നെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുക. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവൻ കൊള്ളാകുന്നതിനായി തികഞ്ഞ ശേഷം അവന് നിശ്ചയമായിട്ടും വിജയകിരീടത്തിലേക്ക് തന്നെ നീങ്ങുന്നൊരു സാഹചര്യമുണ്ടാകും. അതിന് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 5-ാമത്തെ മൊഴി, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വാക്യം. അതിനുശേഷം സകലവും തികഞ്ഞിരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കുക, കൃത്യമായി പറയുകയാണ്. ദ വേർഡ് ഓഫ് തേഴ്സ്റ്റ് എന്ന് അതിന് നമുക്ക് പറയാൻ കഴിയും. സമാധാന പ്രഭുവായ ക്രിസ്തുവിനെയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഒരിക്കലും മറക്കരുത്. മറ്റൊരു കാര്യം നാം ഓർക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. അത് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കത് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നു. കാരണം യേശു ക്രിസ്തു പറയുന്ന പല കാര്യങ്ങളും പല വാക്യങ്ങളും അത് യെശയ്യാവ് ഇപ്രകാരം പറഞ്ഞിട്ടാണ് അത് കോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യനുണ്ടാകുന്നത്. കാരണം കർത്താവായ യേശു ക്രിസ്തു ഈ അതിഭയങ്കരമായ ചൂട് എന്ന് പറയുന്നത് ഇരുമ്പ് പോലും പഴുക്കത്തക്കവണ്ണമുള്ള അത്രത്തോളം വെയിലുള്ള സമയത്താണ് ഈ ക്രൂശിൽ കിടക്കുന്ന ഓർക്കുക. സ്വാഭാവികമുണ്ടാകുന്ന ദാഹം. നമ്മൾ വിചാരിക്കും ദാഹിച്ച് എന്നാൽ പിന്നെ അങ്ങ് തീർന്നാൽ പോരെ, എന്നാൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ. ഇല്ല, ഇനിയും പൂർത്തീകരിക്കപ്പെടുവാൻ ചില കാര്യങ്ങൾ കൊണ്ട് പറയാനുണ്ട്. അതുകൊണ്ടാണ് അത് പറയണമെങ്കിൽ നാവ് ഉണങ്ങി വരണ്ട് കിടക്കുന്ന സന്ദർഭത്തിൽ അല്പം കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. തനിക്ക് അല്പം ജലം ലഭിക്കണം, അല്പം ഊർജം ലഭിക്കണം. അതുകൊണ്ട് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. മറ്റൊരു കാര്യം, ഇതാരുടെ മുമ്പിലാണ് പറയുന്നത് നമ്മൾ ഓർത്തുള്ളൂ. ശത്രുക്കളിൽ പോലും നന്മ കണ്ടെത്തുന്ന ഒരവസ്ഥ. ചുറ്റുപാട് നിൽക്കുന്ന തന്നെ പരിഹസിച്ചവർ, തന്നെ ഉപദ്രവിച്ചവർ, ചാട്ടവാര കൊണ്ട് അടിച്ചവർ, തന്നെ എന്തുമാത്രം ഉപദ്രവിക്കാൻ പറ്റും അങ്ങനെ ഉപദ്രവിച്ചതായ ആളുകളാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ അവരിലും ഒരു നന്മ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. കർത്താവ് അവരോട് പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു. എത്ര നല്ലൊരു ഒരു അനുഭവമല്ല അത്. കർത്താവ് യേശു പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. ഈ പദത്തിന് ധാരാളം അർത്ഥമുണ്ട്. ദൈവരാജ്യ പൂർത്തീകരണത്തിൻ്റെ അത് പൂർത്തീകരിക്കാനുള്ള തൻ്റെ ദാഹം, പിതാവ് തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള ദാഹം, നിത്യജീവനിലേക്ക് അനേകരെ നേടുവാനുള്ള തൻ്റെ ദാഹം, മനുഷ്യരാശിയെ മുഴുവനായി നേടുവാനുള്ള തൻ്റെ ദാഹം. ഇത് പറയുമ്പോൾ നമുക്കും
നാം ആയിരിക്കുന്ന അവസ്ഥയിൽ അനേകരുടെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ ദാഹമില്ലെങ്കിൽ ദൈവത്തോട് പറയണം, ദൈവമേ, അനേകരുടെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ എനിക്കും ഒരു ദാഹമുണ്ട്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എനിക്ക് ദാഹമുണ്ട്. കർത്താവിനെ നിന്നെ ശരിയാവണ്ണം ആരാധിക്കുവാൻ എനിക്കൊരു ദാഹമുണ്ട്. നിന്റെ വചനം പഠിക്കുവാൻ എനിക്കൊരു ദാഹമുണ്ട്. 42-ാം സങ്കീർത്തനം പറയുന്നവരെ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നുവെന്ന്. ഈ ദാഹമാണ് നമുക്കും ആവശ്യം. സുവിശേഷ വേല ചെയ്യുവാനും സുവിശേഷ വേല ചെയ്യുന്നവരെ സഹായിക്കുവാനും ഉള്ളൊരു ദാഹം നമുക്ക് ആവശ്യമാണ്. നമുക്കുള്ള ദാഹം ഏത് ലെവലിൽ നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നതും ഏറ്റവും നല്ലതാണ്. നമുക്ക് എന്തിനെക്കുറിച്ചുള്ള ദാഹമാണുള്ളത്? നമ്മൾ കീർത്തനത്തിലൊക്കെ അല്ലെങ്കിൽ ആരാധനയിൽ പാടാനുള്ളൊരു പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. വേറും കൈയായി ഞാൻ ചെല്ലുന്നു, രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ, ഒരു ദേഹി പോലുമില്ല എങ്ങനെ വണങ്ങും ഞാൻ. എത്ര അർത്ഥമുള്ള പാട്ടാണത്. ഒരാത്മാവിനെ നേടുവാനുള്ള ദാഹം നമുക്കുണ്ടോ? അതോ നമ്മളുടെ ചിന്ത അതൊക്കെ ഉപദേശിമാർക്കും മിഷണറിമാർക്കും അച്ഛന്മാർക്കും ബിഷപ്പ്മാർക്കും പാസ്റ്റർമാർക്കും അങ്ങനെയുള്ള കുറേ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ചിന്തിക്കുന്നുണ്ടോ? നിനക്കല്ലെങ്കിൽ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കും ആത്മാക്കളെ നേടുവാനൊരു ദാഹം ഉണ്ടാകുവാൻ അങ്ങനെ ഒരു ദാഹം കർത്താവിനുണ്ട്. നിന്നെയും അപ്രകാരം നേടുവാനുള്ള ദാഹം കർത്താവ് യേശുക്രിസ്തുവിന്റെ കൽപ്പനയല്ലേ? മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18, 19, 20 വാക്യങ്ങൾ അവിടെ പറയുന്നത് ഇതാണ്. കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്, സ്വർഗത്തിനും ഭൂമിയിലുള്ള സകലാധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകെ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങൾ കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് ലോകത്തിലെ സകല ജാതികളെയും എന്നെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. ഇത്രയും കാര്യമാണ് പറഞ്ഞത്. ഒരു കമ്മീഷനിങ് ആണ്. ഗ്രേറ്റ് കമ്മീഷൻ പാസേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കർത്താവിൻ്റെ കൽപ്പനയാണ്. ഓരോ ക്രിസ്ത്യാനിയും യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. കാരണം ആദ്യം അന്ത്യോക്യയിൽ വെച്ച ശിഷ്യന്മാർക്കാണ് ക്രിസ്ത്യാനികളെന്ന് പേര് കിട്ടുന്നത്. ശിഷ്യനാണെങ്കിൽ ഈ കൽപ്പന അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. സകല ജാതികളോട് സുവിശേഷം അറിയിക്കുവാൻ ഈ ഭൂമിയിലെ സകല വ്യക്തികൾക്കും കടപ്പാടുണ്ട്. ഈ ലോകം അവസാനിക്കാത്തതിന് കാരണം അത് തന്നെയാണ്. ലോകമെന്ന് അവസാനിക്കുമെന്ന് മത്തായി സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂലോകത്തിലേക്കും പ്രസംഗിക്കപ്പെടും. അപ്പോൾ ലോകത്തിൻ്റെ അവസാനം വരും. ഒരു 10, 30, 35 വർഷം മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതുപോലെയല്ല ഇന്ന് സുവിശേഷത്തിൻ്റെ പ്രചരണം, വ്യാപനം. അന്ന് നമ്മളാരും ചിന്തിച്ചില്ല 24 മണിക്കൂറും ടി വി ന്യൂസ് വഴി ദൈവവചനം കേൾക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന്. റേഡിയോകളിൽ അങ്ങനെ തന്നെയാണ്. ഏതെല്ലാം മാധ്യമങ്ങളിൽ കൂടിയാണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെയും വീണ്ടും ഒന്നുകൂടെ പ്രസ്താവിക്കട്ടെ. ഇന്ന് ലോകത്തിൽ 265ഓളം രാജ്യങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്, അംഗീകരിക്കപ്പെട്ട. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ രാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ പ്രിൻ്റ് ഔട്ട് ചെയ്യപ്പെടുന്ന പുസ്തകം എന്ന് പറയുന്നത് സത്യവേദ പുസ്തകമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്ന പുസ്തകം സത്യവേദ പുസ്തകമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പുസ്തകവും ഈ സത്യവേദ പുസ്തകമാണ്. ഈ പുസ്തകത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഹാരി പോട്ടർ ഒന്ന് ശ്രമിച്ചിരുന്നു. പക്ഷേങ്കിൽ അത് അപ്രാപ്യമായിപ്പോയി.
ഞാൻ പറയുന്നത് എന്താണ്? ഈ പറയുന്നത് ഇത് വായിക്കുന്ന ആളുകൾ, ഇത് വാങ്ങിക്കുന്ന ആളുകൾ, വായിക്കുന്ന ആളുകൾക്കൊക്കെ ക്രിസ്തീയ വിശ്വാസികളായിട്ടാണോ? അല്ല. സർവശക്തനാം ദൈവം ആരാണ്? സത്യദൈവം ആരാണ്? സൃഷ്ടാവ് ആരാണ്? രക്ഷകൻ ആരാണ്? ഒരു പാപവിടുതലുണ്ടോ? നിത്യതയുണ്ടോ? നിത്യജീവനുണ്ടോ? സ്വർഗമുണ്ടോ? നരകമുണ്ടോ? ക്രിസ്തു വീണ്ടും വരുമെന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണോ? തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനം വായിക്കുവാൻ നമുക്കൊരു ദാഹം വേണം, മനസ്സിലാക്കുവാൻ നമുക്കൊരു ദാഹം വേണം, ഇതിലെ സത്യത്തെ ഒന്ന് പങ്കുവയ്ക്കുവാൻ നമുക്കൊരു ദാഹം വേണം. ഒരവസരം കിട്ടുമ്പോൾ നഷ്ടപ്പെടുത്തരുത്. ഈ ഭൂമിയിൽ എന്നെക്കുറിച്ച് എന്നെ ഏറ്റുപറയുന്നതിന് ഞാനും പിതാവിന് മുമ്പിൽ, ദൂതന്മാരുടെ മുമ്പിൽ ഏറ്റുപറയും. എന്നെ തള്ളിപ്പറയുന്നവരെ ഞാൻ തള്ളിപ്പറയുന്ന ക്രിസ്തു പറഞ്ഞേക്കുന്നത്. യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്നവരാണെന്നോ? അങ്ങനെ പറയാനുള്ളൊരു ദാഹം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കുന്നത് ഏറ്റവും നല്ലതാണ്. തീർച്ചയായിട്ടും എനിക്കും ദാഹിക്കുന്നു സുവിശേഷം പങ്കുവയ്ക്കുവാൻ. ഈ സുവിശേഷം നമ്മുടെ പിതാക്കന്മാർ കേട്ടില്ലായിരുന്നുവെങ്കിൽ, ഹെൻറി ബേക്കർ തുടങ്ങിയതായ മിഷണറി വര്യന്മാർ നമ്മുടെ സുവിശേഷം പങ്കുവച്ചില്ലായിരുന്നുവെങ്കിൽ, നാം രക്ഷയുടെ അനുഭവത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, ക്രിസ്തു വിശ്വാസത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, അവർക്ക് സുവിശേഷം പങ്കുവയ്ക്കാനുള്ള ദാഹമില്ലാതെ പോയിരുന്നുവെങ്കിൽ, നാം ഒരുപക്ഷെങ്കിൽ ഈ പ്രകൃതി ശക്തികളൊക്കെ സ്നേഹിച്ച്, ജീവികളൊക്കെ സേവിച്ച്, അല്ലെങ്കിൽ അന്യദൈവങ്ങളെ ആരാധിച്ചൊക്കെ ജീവിക്കുന്നൊരു അവസ്ഥയിൽ പെട്ടുപോകുമായിരുന്നു. അവിടെ ഞാൻ നിർത്തട്ടെ. ഈ സത്യവേദപുസ്തകം പരിഭാഷപ്പെടുത്തിയ ഒരാളാണ് ചാത്തുമേനോൻ. ഈ സത്യവേദപുസ്തകം പരിഭാഷപ്പെടുത്തി തീരുന്നതിന് മുൻപ് തന്നെ ആ വ്യക്തിയും ക്രിസ്തു വിശ്വാസിയായി മാറി. മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, വിശദീകരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഓർക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദാഹം, നീയും യഥാർത്ഥ സുവിശേഷ വേലക്കാരനായി തീരുവാൻ, സുവിശേഷ വേലക്കാരിയായി തീരുവാൻ നിന്നെക്കുറിച്ച് ഒരു ദാഹമുണ്ട്. അങ്ങനെ വന്നിരുന്നെങ്കിൽ, ഈ പ്രിയപ്പെട്ട പൈതൽ അങ്ങനെയൊന്ന് വന്നിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്ന കർത്താവിന് മുമ്പിൽ വാസ്തവമായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. ആറാമത്തെ മൊഴിയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. യേശു പറഞ്ഞു, സകലവും നിവൃത്തിയായി. The word of victory from the cross. അതാ കറക്റ്റ്. ഈ മൊഴി മൂലഭാഷയായ ഗ്രീക്ക് ഭാഷയിലെ ടെറ്റലസ്റ്റായി എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞതിന് അർത്ഥം, ഐ ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. വാട്ട് മൈ ഫാദർ എക്സ്പെക്റ്റഡ് ഫ്രം മീ, that I have finished. പിതാവ് എന്നിൽ നിന്ന് എന്ത് ആഗ്രഹിച്ചുവോ, എന്ത് എന്നെക്കുറിച്ച് ചിന്തിച്ചുവോ, ഞാൻ അത് പൂർത്തീകരിച്ചു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞത് ക്രൂശിൻ്റെ ഒരു കേന്ദ്ര സത്തയാണ് ഈ പദം. സകലവും നിവൃത്തിയായി. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ്റെ ജനനം മുതൽ ക്രൂശിൽ കിടക്കുന്ന ഈ നിമിഷം വരെയും പിതാവ് തന്നെക്കുറിച്ച് എന്തെല്ലാം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുവോ അതെല്ലാം പൂർത്തിയായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തിരുവെഴുത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തീകരണമായിരുന്നു. പ്രോഫസീസ് ഫുൾഫിൽഡ്. അതാണ് വേറൊരു യാഥാർത്ഥ്യം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം, ക്രൂശീകരണം, മരണം, മഹത്വീകരണം എല്ലാം യഥാർത്ഥത്തിൽ പ്രവാചക പൂർത്തീകരണമാണ്. നമുക്കതാ കാണാൻ കഴിയുന്നത്. യെശയ്യാ പ്രവാചക പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യവും 7-14, മീഖാ പ്രവാചക പുസ്തകം 5-ന്റെ 2-ാമത്തെ വാക്യം, യെശയ്യാ 53-3, സെക്കരിയ 9-9, ദാനിയേൽ പ്രവാചക പുസ്തകം 9-ന്റെ 26-ാം വാക്യം. അവിടെ പറയുന്നതാണ്, അതായത് 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടുമെന്ന്
ഇതെല്ലാം നിവൃത്തീകരിക്കുകയാണ്, പൂർത്തീകരണമാണ്. ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണമാണ്. ഫുൾഫിൽഡ് ദ ലോ എന്ന് നമുക്ക് പറഞ്ഞാൽ അത് കുറെ കൂടെ കറക്റ്റായിരിക്കും. ഫുൾഫിൽഡ് ദ ഹാർഡ്ഷിപ്സ്, കഷ്ടതകളുടെ അല്ലെങ്കിൽ കഷ്ടതകൾ എന്ന് മാത്രമുണ്ട് അതിൻ്റെ പൂർത്തീകരണം, നിവൃത്തിയായി. അത് ക്രിസ്തു മറ്റുള്ള വേദനകളെ വഹിച്ച് ലോകത്തിൻ്റെ വേദനകൾ മുഴുവൻ എന്ത് ചെയ്തിരിക്കുന്നു? ചുമലിലേറ്റി തിന്മയുടെ ശക്തിയായ യാഥാർത്ഥ്യത്തോട് എന്താ പറയുന്നത് അടുത്തപ്പോഴും യേശു ഓടിപ്പോയില്ല. ജീവിതത്തിൽ ഇപ്രകാരമുള്ള കഷ്ടതകളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ പരസ്യ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത തുടങ്ങി അന്നു മുതൽ ഇന്നുവരെയും ഉണ്ടായ പ്രതിസന്ധികളെ ഓർത്തു കഴിഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തു ഒരുപക്ഷെങ്കിൽ അവിടുന്ന് മാറിപ്പോകാമായിരുന്നു, ഓടിപ്പോകാമായിരുന്നു. പക്ഷേ അവിടെ ഒന്നും ഓടിപ്പോയില്ല. കഷ്ടതകളെ ചുമലിൽ ഏറ്റിക്കൊണ്ട് തന്നെ പൂർത്തീകരിക്കുവാൻ പുറപ്പെട്ട കർത്താവ് സകലവും നിവൃത്തിയായി എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിലും നിന്നിലും എന്നിലും നിങ്ങളിലും നിശ്ചയമായിട്ടും ഈ രക്ഷകനായ ക്രിസ്തുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ പൈതലായി മുമ്പോട്ട് പോകുമ്പോൾ തൻ്റെ മരണസമയത്ത് പോലും പൂർത്തിയായെന്ന് പറയുവാൻ ഇടയാകത്തക്കവണ്ണം ആ പൂർത്തീകരണത്തിലേക്ക് നീങ്ങിയ ക്രിസ്തു നിന്നെയും പൂർത്തീകരണത്തിലേക്ക് പോകുവാൻ നിശ്ചയമായിട്ടും സഹായിക്കും. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുവാനുള്ളൊരു സാഹചര്യം ദൈവം തരും. ഐ ഹാവ് ഫിനിഷ്ഡ്, ഞാൻ അത് നിവൃത്തിയായി, അത് ഞാനത് പൂർത്തീകരിച്ചു എന്ന് പറയുവാൻ സാധ്യമായി തീരും. കർത്താവ് നമ്മോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർത്തീകരിച്ചിട്ട് കർത്താവ് നീ എന്നോട് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ചെയ്തു പൂർത്തീകരിച്ചത് പറയാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയും? ചിന്തിക്കണം. അത് നാം ശുശ്രൂഷകളിൽ അല്ലെങ്കിൽ ഈ സുവിശേഷ ദൗത്യത്തിലേക്ക് വന്ന വ്യക്തികളുടെ നിലയ്ക്ക് നമ്മൾ ചിന്തിച്ചാൽ എന്നെ ശ്രമിക്കുന്നവർ ഒരുപക്ഷെങ്കിൽ ഒരു പാസ്റ്ററായിരിക്കാം, മിഷണറി ആയിരിക്കാം, ഒരച്ഛനായിരിക്കാം, ഉപദേശിയായിരിക്കാം, ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കാം, ഇനി അല്ലെങ്കിൽ സുവിശേഷ വേല ഭാഗം അല്ലെങ്കിൽ പാർട്ടായിട്ട് ചെയ്യുന്നവരായിരിക്കാം, എങ്ങനെയും ആകട്ടെ. പക്ഷെ നമുക്ക് ഇത്രയും നാളുകൾ ഇതെല്ലാം ചെയ്തുവെങ്കിലും കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിച്ച വിധത്തിൽ സുവിശേഷം പങ്കുവയ്ക്കുവാൻ എനിക്ക് കഴിഞ്ഞു, പ്രാർത്ഥിപ്പാനും പ്രാർത്ഥന ചെയ്ത് നയിപ്പാൻ എനിക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, ആരാധിക്കേണ്ടതുപോലെ ആരാധിപ്പാൻ എനിക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ല എനിക്ക് സാധ്യമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുവാൻ നമ്മളിൽ എത്ര പേർക്ക് സാധ്യമായി തീരും? അത് പൂർത്തീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? അതാണ് ടെറ്റലെസ്റ്റായി എന്ന പദം, ആ ഗ്രീക്ക് പദത്തിൽ കൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം അതാണ്. ഈ കർത്താവുമായിട്ടുള്ള ഒരു യാത്ര നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു നാൾ നമുക്കും ഒരുപക്ഷെങ്കിൽ ഇതെങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയും, ഇതെങ്ങനെ ചെയ്തു തീർക്കുവാൻ കഴിയും, ഇതെല്ലാം എനിക്ക് ഫിനിഷ് ചെയ്യാൻ എങ്ങനെ കഴിയും, സാധ്യമായി തീരുമോ? ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപക്ഷെ മക്കളെക്കുറിച്ചുള്ള തൻ്റെ ഭാരമായിരിക്കാം, ഭാര്യയെക്കുറിച്ചുള്ള ഭാരമായിരിക്കാം, ഭർത്താവിനെക്കുറിച്ചുള്ള ഭാരമായിരിക്കാം, അപ്പന്മാരെക്കുറിച്ചുള്ള ഭാരമായിരിക്കാം, അപ്പന്മാരും മക്കളെക്കുറിച്ചുള്ള ഭാരമായിരിക്കാം. എല്ലാം ഒന്ന് പൂർത്തീകരിച്ച് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ച് എനിക്ക് നീങ്ങുവാൻ എങ്ങനെ സാധ്യമായി തീരുമെന്ന് സങ്കടപ്പെടുന്നവരെ സംബന്ധിച്ചും ഈ കർത്താവിനെ കൂടെ കൊണ്ടുപോകുന്നുവെങ്കിൽ, ഈ കർത്താവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് രക്ഷകേട്ട് അംഗീകരിച്ച് സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നീ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് അതിനെ പൂർത്തീകരിപ്പാനിടയായി തീരും. ഒട്ടും സംശയിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുവാൻ പറഞ്ഞിരിക്കുന്നതാണ്. ലുക്ക് അൺടു ജീസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു വലിയ സത്യമാണ്.
പൂർത്തീകരിപ്പാൻ സഹായിക്കുന്നൊരു കർത്താവ്, ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നൊരു കർത്താവ്. ദൈവം നമ്മെ ഇതിനായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവേ, എന്നെയും ശക്തീകരിക്കണമേ, സഹായിക്കണമേ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. പൂർത്തീകരണത്തിലേക്ക് വരുവാൻ എനിക്ക് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിനായുസ്സും ആരോഗ്യവും ബലവും സാഹചര്യം തരുന്ന ദൈവമായ കർത്താവാണ്. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. എവറിതിങ് ഈസ് പോസിബിൾ വിത്ത് ഗോഡ്. അത് തിരിച്ചറിഞ്ഞതായ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം ഫിലിപ്പിയർ 4:10 പറഞ്ഞേക്കുന്നത്. ഞാൻ പലപ്പോഴും ധാരാളം ഇടങ്ങൾ കോട്ട് ചെയ്യുന്ന കാര്യമാണ്, ഞാൻ തന്നെ ചിലപ്പോൾ പറഞ്ഞു നടക്കാനുള്ള കാര്യമാണ്. അവിടെ പറയുന്നത് ഇതാണ്: I can do all things through him who strengthens me എന്ന് പറഞ്ഞേക്കുന്നത്. Through him, Christ who strengthens me. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവനെന്ന് പറയുന്നതിനേക്കാൾ നല്ല എനിക്ക് എല്ലാം ചെയ്യുവാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷെ അവിടെയും യേശുക്രിസ്തു മുഖാന്തരമാണ് ചെയ്യുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പാർട്ട് ഫ്രം മീ യു കാനോട്ട് ഡു എനിത്തിങ്. നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. മുന്തിരിവിളിയാന്ന് ക്രിസ്തുവിനോട് ചേർന്ന് ഒരു യഥാർത്ഥ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ കൊമ്പായിട്ട് നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ നമുക്കതിനിട വരുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു 7ാമത് ഒഴിഞ്ഞ മൊഴി, ലൂക്കോസിന്റെ സുവിശേഷം 23:46. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. എത്ര നല്ല ഒരു പദമാണിത്. The word of peace from the cross. സമാധാനത്തിൻ്റെ ഒരു വാക്കാണ്. കർത്താവ് ക്രൂശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ച് പറയുകയാണ്, ഫാദർ, I commit my spirit into your hand, into your mighty hand. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. നമ്മുടെ ആത്മാവിനെ ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കത്തക്കവണ്ണം അങ്ങനെ ഒരു വിശ്വാസ ജീവിതം നയിപ്പാൻ നമുക്ക് കടപ്പാടുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ മുട്ടമുറുക്കി എന്ന് പറഞ്ഞ ഞാൻ അത് തന്നെ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞു. ഞാൻ അങ്ങനെ ഈ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കുന്നതും കാണുകയൊക്കെ ചെയ്യുന്നത്. കാരണം മരിക്കുന്ന വേളയിൽ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞാൻ പോവുകയാണ് പിതാവിൻ്റെ അടുക്കിലേക്കെന്ന് പറയുന്നൊരു അനുഭവം അവിടെ ഉണ്ടായി. സാധു കൊച്ചു ഉദ്ദേശിച്ച ജീവിതം അപ്രകാരം തന്നെയായിരിക്കും. ആ ഒരു ക്രമീകരണമാണ്. അല്ല, അപ്രകാരമുള്ള ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. മനുമല ഉദ്ദേശി ഉൾപ്പെടെ. ഇതെല്ലാം നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ എത്രയോ ദൈവഭക്തന്മാർ അല്ലേ? നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, കാരണം നമ്മുടെ ആരുടെയും മരണം എപ്പോഴാണെന്ന് നമുക്കാർക്കും അറിയില്ല. എന്നാൽ കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യമൊക്കെയും പൂർത്തീകരിച്ച ശേഷം, ദൈവമേ, നീ എനിക്ക് തന്ന സമയം എന്നാലാകുന്ന വിധത്തിൽ എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിൻ്റെ കൈകളിൽ വരവേൽപ്പിക്കുകയാണ്. അന്ത്യസമയത്ത് ഇതൊക്കെ പറയാൻ നമുക്ക് സാധ്യമായി തീർന്നാൽ അതിനപ്പുറത്ത് വേറൊന്നില്ല. ഇതൊരു വലിയ ദൈവം നമ്മെ ചില കാര്യങ്ങളെല്ലാം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ സുബോധത്തോടു കൂടിയിരുന്ന് തന്നെ, സുബോധം എന്ന് പറയുന്നത് പ്രായം കൂടിയാൽ സുബോധം നഷ്ടപ്പെടും എന്നുള്ള കാര്യമൊന്നും ആരും ചിന്തിക്കേണ്ട കാര്യമില്ല. പ്രായം കൂടിയാലും സുബോധത്തോടുകൂടി ഇരിക്കത്തക്കൊണ്ട് എത്രയോ ആളുകൾ നമ്മൾ ദർശിച്ചിട്ടുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ കഴിയേണ്ട, ദൈവമേ, സുബോധത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് നിൻ്റെ അടുക്കിലേക്ക് വരുവാനിടയായി തീരണമേ. ഒരുപക്ഷെങ്കിൽ ഞാനും ചിന്തിക്കുന്ന അങ്ങനെയാണ്,
ഒരുപക്ഷെ കർത്താവെ നീ എന്നെ വിളിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ആണെങ്കിൽ നല്ലതാണ്. നിൻ്റെ വചനത്തെ ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണെങ്കിലും എനിക്കത്രയും കുഴപ്പമില്ല. നിന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സംഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിൻ്റെ വചനത്തെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് സംഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ബോധത്തോടു കൂടി തന്നെ കർത്താവെ നിൻ്റെ കൈകളിൽ ഞാൻ എന്നെ അർപ്പിക്കുന്നു പറയുവാൻ തക്കവണ്ണം ഇടയായി തീരണമെന്നുള്ള പ്രാർത്ഥന എനിക്കുമുണ്ട്. ഈ ഒരു പ്രാർത്ഥന നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. ഈ മൊഴിയിൽ കൂടി എല്ലാം ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ക്രിസ്തുവിനെ പോലെ ഇങ്ങനെ ഇത്രത്തോളം ഒരു നല്ല പ്രാർത്ഥനാ ജീവിതത്തിന് ഉടമ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ക്രൂശിൽ കിടന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചല്ലോ. നല്ലൊരു പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉടമയായി മാറണം. ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സ്വഭാവം വേണം. മക്കളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന സ്വഭാവം വേണം. ഭാര്യയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന സ്വഭാവം, ഭർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്ന സ്വഭാവം, ആരുടെയും മുമ്പിൽ സങ്കോചമില്ലാതെ ഭയമില്ലാതെ ദൈവത്തോട് സംഭാഷിക്കുന്ന സ്വഭാവം, പ്രാർത്ഥിക്കുന്ന സ്വഭാവം. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനാ ജീവിതത്തിന് ഇതുപോലെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതുപോലെ വേറെ ആരും തന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല. ശിഷ്യന്മാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് തനിച്ചു പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥ പോലും. അങ്ങനെ പ്രാർത്ഥനാ ജീവൻ നയിച്ചതായ വ്യക്തി മരണസമയത്ത് ക്രൂശിൽ കിടക്കുമ്പോൾ എന്തു ചെയ്യുകയാണ്? പ്രാർത്ഥനയോടെയാണ്. ഈ അവസാന മൊഴിയിലും അതാണ്, കർത്താവേ ഞാൻ എന്നെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രഭാതത്തിലെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് കർത്താവേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഒരു പക്ഷേങ്കിൽ ഭർത്താവ് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഭാര്യയെ സമർപ്പിച്ച്, മക്കളെ സമർപ്പിച്ച്, ആരെല്ലാം സമർപ്പിക്കാൻ പറ്റുമോ അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സന്ധ്യാവേളയിൽ നമ്മൾ ഒരുപക്ഷെ സന്ധ്യാപ്രാർത്ഥന ഉണ്ടെങ്കിലും കിടന്നിറങ്ങുവാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ കർത്താവേ ഞാൻ എന്നെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കുവാൻ കഴിയുന്നത് എത്രയോ നല്ല ഒരനുഭവമാണത്. അതിനാൽ നിശ്ചയമായിട്ടും എന്നെ ശ്രമിച്ച നിങ്ങളേവരെയും സർവശക്തരാം ദൈവം അനവധി കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, അനവധി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ചിലത് ചിലപ്പോൾ ചില ഓർമ്മപ്പെടുത്തലാകാം, ചിലത് ചിലപ്പോൾ ചില നിർദ്ദേശങ്ങളാകാം, ചിലത് ചിലപ്പോൾ ചില കമാൻമെൻറ്റ്സ് അല്ലെങ്കിൽ കൽപ്പനകളാകാം, ചിലത് ചിലപ്പോൾ ചില മുന്നറിയിപ്പുകളാകാം. പക്ഷേങ്കിൽ കർത്താവിൻ്റെ മുന്നറിയിപ്പുകളെ നാം ഒരിക്കലും ആരും അവൻ്റെ ഓർമ്മപ്പെടുത്തലിനെ, അവൻ്റെ നിർദ്ദേശങ്ങളെ നമ്മൾ ആരും എന്ത് ചെയ്യരുത്? അവഗണിക്കുവാൻ പാടില്ല. അവഗണന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾക്കും അവൻ്റെ കൽപ്പനകളെയും അവഗണിച്ചാൽ അത് അപകടത്തിലേക്ക് നീങ്ങുന്നുള്ള കാര്യവും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമുക്ക് നിശ്ചയമായിട്ടും അവൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ, ഒരു നല്ല പ്രാർത്ഥനാ ജീവിതത്തിനുടമയായി തീരുവാൻ, അതെ ശത്രുക്കളെ സ്നേഹിക്കുന്നതിന് ഉടമയായി മാറുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സുവിശേഷ വേലയിൽ അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് ക്രൂശിൽ മൊഴിഞ്ഞതായ 7 മൊഴികളെക്കുറിച്ച് ചിന്തിപ്പാൻ നീ ഇടയാക്കി. ദൈവമായ കർത്താവേ, ഇത് ശ്രമിച്ച ഓരോ വ്യക്തികളെയും, ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും, അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുന്ന ഓരോ വ്യക്തികളെയും കടാക്ഷിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ സഹായിക്കണമേ. അതിനായി എല്ലാവരെയും ശക്തീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നാം എല്ലാവരുടെയും കൂടെയും ഇന്ന് വരുന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.